നമ്മുടെ പോലീസ്, ഞാനിത് കേട്ട വഴി തന്നെ കാലത്ത് ഞാൻ നമ്മുടെ DGP അദ്ദേഹത്തെ ഞാൻ വിളിച്ചു, ലോക്നാഥ് ബെഹ്റ, മുഖ്യമന്ത്രിയെ വിളിച്ചു. അവരൊക്കെ വളരെ ഭംഗിയായിട്ട്, പോലീസൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ വെറുതെ ഇനിയൊരു കാര്യമില്ലാതെ പോലീസ് എന്താണ് ചെയ്യുന്നത്, എന്താണ് ഇത്രയും സമയമായിട്ട് എന്തുകൊണ്ട് ആളുകളെ പിടിച്ചില്ല, ആളുകൾ വരുമോ എന്നെ പിടിക്കുകയെന്ന്? സമയമെടുക്കും, ഒരു പക്ഷേ എടുക്കട്ടെ. അപ്പോൾ അവരൊക്കെ വളരെ കാര്യമായി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നുകൂടെ വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരു രക്ഷപ്പെടാൻ ഈ പ്രതികൾക്കൊരു പഴുതുപോലും ഇല്ലാത്ത രീതിയിൽ വേണം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി അങ്ങോട്ട് നീങ്ങാൻ. എന്തായാലും നമുക്ക് ദുഃഖിക്കാം. തീർച്ചയായിട്ടും ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു വിപത്ത് നമ്മുടെ സിനിമയിൽ എന്നല്ല, അല്ലാതെ തന്നെയുള്ള സംഘടനകൾ, എത്രയോ സംഘടനകളുണ്ട്, ഇവർക്കൊക്കെ വഴി നടന്നു പോകേണ്ടതാണ്. ഇങ്ങനെ ഒന്ന് തുടങ്ങിയാൽ പിന്നെ പലരും ചിലപ്പോൾ അതൊക്കെ വന്നു എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് തീരെ ഇല്ലാത്ത വിധത്തിൽ ഗവൺമെൻറ്റും അതിനകത്ത് പങ്കെടുത്ത് അത് മാച്ച് കളയും എന്നെനിക്ക് ഉറപ്പുണ്ട്. പോലീസിനും ഇതുവരെ ചെയ്ത അവർക്കൊക്കെ ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളൊക്കെ ഇത്രയും അനുകൂലിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് പെട്ടെന്ന് തീരുമാനിച്ച കാര്യങ്ങളാണ്. മമ്മൂട്ടിയാണ് പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കണം, വൈകുന്നേരം ഒരു മീറ്റിംഗ് വേണം. അപ്പോഴേക്കും ഇത്രയധികം ആളുകളെത്തി, ഇത്രയധികം ആർട്ടിസ്റ്റുകളെത്തി. ഞാൻ വേറെ കൂടുതലൊന്നും പറയുന്നില്ല, ഇനിയും ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. നന്ദി, നമസ്കാരം. പ്രതിനിധികളായ രണ്ടുപേർ നമുക്കൊപ്പം ഉണ്ട്. ഈ ഒരു ദാരുണ സംഭവം നടന്നപ്പോൾ അവരുടെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷൻ, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യം ശ്രീ P. രാജീവിനെ ഞാൻ ക്ഷണിക്കുന്നു.